അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ചാടിയിട്ട് നേരെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്കൊരു വെട്ടുകൊടുക്കുന്നത്. ആ വെട്ടുകൊടുത്തപ്പോൾ മഹാനവറുകളുടെ തല പിളർന്നുകൊണ്ട് ആ രക്തം ധാരധാരയായി താടിരോമങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ ചുംബിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഉമ്മ വളരെ നേരത്തെ വഫാത്തായി. ഒരു വിശുദ്ധ റമളാൻ 17-നാണല്ലോ ഇസ്ലാമിന്റെ 4-ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു വാളിനിരയാവുന്നത്. ഒരു മുസ്ലിം പേരുള്ള അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമാണ് ഈ വധത്തിന് പിന്നിലുണ്ടായത്. എന്നാൽ അദ്ദേഹം ഒറ്റക്കായിരുന്നോ, ഒരു സംഘമായിരുന്നോ, ഇതിന് പിന്നിലെ ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നോ? എന്താണ് ഈ മരണത്തിന്റെ ഛേദോ വികാരം? അലി റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്തും മറ്റു നെഹ്റുവാൻ യുദ്ധവും തുടങ്ങി അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ആ ഒരു വധത്തിന് പിന്നിലെ ഗൂഢാലോചനകളൊന്ന് പറയാമോ? ഇസ്ലാമിക ചരിത്രത്തിലെ സ്തോഭജനകമായ ഒരു ചരിത്രമാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. ഹിജ്റ 40 ശഅബാൻ മാസം ആദ്യ വാരത്തിൽ 3 ആളുകൾ ഒരു സ്ഥലത്ത് ഒരു രഹസ്യ യോഗം ചേരുകയാണ്. ഒരാൾ അബ്ദുറഹ്മാൻ ഇബ്നു അംർ അൽ മുറാദി ഇബ്നു മുൽജിം എന്ന പേരിൽ അറിയപ്പെടുന്നവരാണ്. രണ്ടാമത്തെയാൾ അൽ ബുറഖ് ഇബ്നു അബ്ദുള്ള അത്തമീമി. മൂന്നാമത്തെയാൾ അംർ ഇബ്നു ബക്ർ തമീമി. 3 പേരും യോഗം ചേർന്നുകൊണ്ട് ഒരു കൃത്യമായ അജണ്ട നടപ്പാക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, നെഹ്റുവാൻ യുദ്ധത്തിലും നഖീല സംഘട്ടനത്തിലുമൊക്കെ നമ്മുടെ കുറേ ആളുകൾ അഥവാ ഖവാരിജുകളിൽപ്പെട്ട കുറേ ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 3 വൻ ശക്തികൾ അവരെ വകവരുത്തുക തന്നെ വേണം. ഒന്നാമത്തെയാൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെയാൾ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെയാൾ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈ 3 പടനായകന്മാർ കൂടിയായ സ്വഹാബാക്കൾ ഇവരെ വകവരുത്തുക എന്നത് പുണ്യകർമ്മമാണെന്ന് ഖവാരിജുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. ഖവാരിജുകളുടെ കൂട്ടത്തിൽ കഠിന ഉഗ്രവാദികളായ ഈ 3 പേർ ഒരു തീരുമാനമെടുക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറയുന്നു, ഞാൻ അലി ഇബ്നു അബീ ത്വാലിബിനെ വകവരുത്താൻ തയ്യാറാണ്. രണ്ടാമത്തെയാൾ അൽ ബുറഖ് പറയുന്നു, ഞാൻ മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തും. മൂന്നാമത്തെയാൾ പറയുന്നു, അദ്ദേഹം അംർ ഇബ്നു ബക്കർ, അദ്ദേഹം പറയുന്നു, ഞാൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ വകവരുത്താം. 3 പേരും ഗൂഢാലോചന നടപ്പാക്കാൻ വേണ്ടി പോകുന്നു. അവർ പറഞ്ഞു, നമുക്കിതിന് പക്വമായൊരു ദിവസം റമളാൻ 17-ആണ്. ഇന്നേക്ക് കൃത്യം 40 ദിവസം പിന്നിട്ടാൽ റമളാൻ 17 വരികയാണ്. അന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായി വലിയ സംഘട്ടനത്തിലൂടെ യൗമൽ തഖൽ ജംആൻ 2 സംഘം ഒരുമിച്ച് കൂടുകയും സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ബദർ യുദ്ധം നടന്നത്. അന്നേ ദിവസം തന്നെ ഈ 3 പേരെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് ഗളച്ഛേദം നടത്തണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ 3 പേരും വാള് വിഷത്തിലൂട്ടി. അവർ ഓരോ ദിവസവും പ്രഭാതത്തിൽ അവരുടെ വാള് മൂർച്ച കൂട്ടാൻ തുടങ്ങി. മൂർച്ച കൂട്ടി അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അങ്ങ് കൂഫയിലേക്ക് പുറപ്പെടുന്നു. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അൽ ബുറഖ് എങ്ങോട്ട് പുറപ്പെടുന്നു? ദമസ്കസിലേക്ക്. അംർ ഇബ്നു ബക്കർ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൈറോ നഗരത്തിലേക്ക് പുറപ്പെടുന്നു, ഈജിപ്തിലേക്ക്. ഇങ്ങനെ 3 പേരും 3 വഴിയിലേക്ക് പോയി. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി ചെന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അതീവ രഹസ്യമായി ആരോടും മിണ്ടാതെ, എത്രത്തോളം സ്വന്തം അനുയായികളെന്ന് 100% ഉറപ്പുള്ള ഖവാരിജുകളോട് പോലും തൻ്റെ വരവിൻ്റെ ലക്ഷ്യം അതീവ രഹസ്യമാക്കി സൂക്ഷിച്ചു. അങ്ങനെ ഒരു പള്ളിയിലേക്ക് അദ്ദേഹം പോവുകയാണ്. ആ പള്ളിയിൽ ഒരു കൂട്ടം ആളുകൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇവരാരാണെന്നറിയുമോ? കഴിഞ്ഞ ദിവസം നടന്ന നെഹ്റുവാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവരുടെ ബന്ധുക്കൾ. അങ്ങനെ കുറേ ആളുകൾ കൂഫയിലെ ഒരു ചെറിയ പള്ളിയിൽ രഹസ്യ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നതിനിടെ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് നെഹ്റുവാൻ യുദ്ധത്തിൻ്റെ ഇരകളായ ഇവരുടെ പല ബന്ധുക്കളും കൊല്ലപ്പെട്ട ഇവർ പരസ്പരം യോഗം ചേർന്നുകൊണ്ട് കരയുകയാണ്. കുത്തില, ഞങ്ങളുടെ ഇന്നയാള് കൊല്ലപ്പെട്ടു, ഇന്നയാള് വധിക്കപ്പെട്ടു, ഇന്നയാളുടെ രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകി എന്ന് പറയുന്നു. അക്കൂട്ടത്തിൽ നല്ല ചെറുപ്പക്കാരിയായ, നല്ല സൗന്ദര്യമുള്ള ഫായിഖത്തുൽ ജമാൽ, ഭംഗിയിൽ അങ്ങേ അറ്റത്തെത്തിയ ഒരു പെണ്ണുണ്ടായിരുന്നു. അവളുടെ പേര്
കുതാം ബിന്തു ഷുജന്ന അത്തമീമിയ എന്നാണ്. സൗന്ദര്യത്തിന്റെ നിറകുടമായ ഒരു സഹോദരി. ആ സഹോദരിയെ കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം വന്ന ലക്ഷ്യം പോലും മറന്നുപോയി. എന്നിട്ട് ആ സ്ത്രീയോട് സംസാരിക്കാൻ തുടങ്ങി. അവൾ വളരെ പ്രതികാരദാഹമുള്ള പെണ്ണായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു, എൻ്റെ പിതാവിനെ അലി നെഹ്റുവാനിൽ വെച്ച് വകവരുത്തിയിട്ടുണ്ട്. എൻ്റെ സഹോദരനെ അലിയിൻ്റെ പട്ടാളം നെഹ്റുവാനിൽ വെച്ച് ക്രൂരമായി കഷ്ണം കഷ്ണമായി നുറുക്കിയിട്ടുണ്ട്. തീർച്ചയായും ഇതിനെതിരെ പ്രതികരിക്കലാണ് എൻ്റെ ലക്ഷ്യം. ഇത് കേട്ടപ്പോൾ ബുദ്ധിമാനായ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം വളരെ തന്ത്രപരമായി ഇവളോട് അടുക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, പെണ്ണെ, ഞാൻ നിന്നെ വിവാഹാലോചന നടത്തുകയാണ്. അവൾ പറഞ്ഞു, വിവാഹാലോചന നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. എന്താണ് എൻ്റെ നിബന്ധന? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ, അവളുടെ ഭാഷയിൽ പറഞ്ഞാൽ അലിയിനെ വധിക്കണം. അലി തമ്മാടിയാണ്. അവൻ എൻ്റെ പിതാവിനെ കൊന്നയാളാണ്. എൻ്റെ സഹോദരനെ വകവരുത്തിയയാളാണ്. എൻ്റെ ബന്ധുമിത്രാദികളിൽ പലരെയും ഗളച്ഛേദം വരുത്തിയ ആ ഒരു ക്രൂരനെ കൊന്നു തള്ളണം. എങ്കിൽ അതിന് നീ തയ്യാറാണെങ്കിൽ നിന്റെ ഭാര്യയായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. അതോടെ പരസ്പരം ധാരണയിലെത്തുകയാണ്. 3 നിബന്ധനകൾ വേണം. ഒന്ന്, 3000 ദിർഹം മഹറായി നൽകപ്പെടണം കുതാം ബിന്തു ഷുജന്നക്ക്. മാത്രമല്ല, രണ്ടാമത്തെ അവളുടെ നിബന്ധന, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു സേവകയെ കൊടുക്കണം, ഒരു ഖദ്ദാമയെ വെച്ച് കൊടുക്കണം. മൂന്നാമത്തെ നിബന്ധന, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണം. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഹുവ ലക്കി, നിന്റെ ഈ 3 ഡിമാൻഡുകളും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ 3000 ദിർഹം ഇതാ നിന്റെ മഹർ നീ പിടിച്ചോ, മാത്രമല്ല ഒരു ഖദ്ദാമയും നിനക്ക് വെച്ച് തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നു, മാ ജാഅ ബി ഇലാ ഹാദിഹിൽ ബൽദ ഇല്ലാ ലിഹാദൽ ഗറദ്. ഈ ഒരു ലക്ഷ്യം നടപ്പാക്കുക എന്ന ഗൂഢതന്ത്രത്തോടെയല്ലാതെ മറ്റൊരു ഉദ്ദേശവും വെച്ചുകൊണ്ടല്ല കൂഫയിലേക്ക് ഞാൻ വന്നത്. എനിക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അലിയിനെ വധിക്കണം. അങ്ങനെ ഇവരുടെ വിവാഹം നടന്നു. അവർ സന്തോഷത്തോടെ വീട് കൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പ്രതികാരദാഹം മനസ്സിൽ കത്തിത്തിളച്ച കുതാം പറയാൻ തുടങ്ങി, യാ അബ്ദുറഹ്മാൻ ഉഖ്തുൽ അലി, യാ അബ്ദുറഹ്മാൻ ഉഖ്തുൽ അലി. ഓരോ ദിവസവും ഇവളിങ്ങനെ പ്രേരിപ്പിക്കാൻ തുടങ്ങി അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ. അങ്ങനെ ആ പ്രേരണയിൽ വശംവദനായ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം വളരെ തന്ത്രത്തോടെ പ്ലാനുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവർക്ക് സഹായം ലഭിക്കണം. ഒറ്റയ്ക്ക് ഒരു ഏകാംഗനായി ചെല്ലാൻ ഒരു പക്ഷേ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ചും അലി ഇബ്നു അബീ ത്വാലിബിന് ഹുറാസുകളുണ്ട്, അഥവാ കാവൽക്കാരായി പട്ടാളക്കാരായി ധാരാളം ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തുക എന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. ഈ ദൗത്യം നിർവഹിക്കാൻ തനിക്ക് സഹായികളെ വേണമെന്ന ഭാവത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ഭാര്യയോട് സംസാരിച്ചു. ആ സമയത്ത് അവൾ തൻ്റെ മുൻകൈയെടുത്തുകൊണ്ട് വർദാൻ, അതുപോലെ ഷബീബുൽ ഹറൂരി എന്നീ 2 പേരെ സഹായികളായി നിശ്ചയിച്ചു കൊടുക്കുകയാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിന്. അങ്ങനെ അവർ 2 പേരും വന്നു. അതോടുകൂടെ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ഈ ക്രൂരൻ അവർക്ക് മുമ്പിൽ ഒരു പ്രഭാഷണം പോലെ പ്രസംഗിക്കാൻ തുടങ്ങി. ആ പ്രസംഗത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു, ലൗ ഖതൽതും അലിയൻ ലകാന ദാക ശറഫുദ് ദുനിയാ വൽ ആഖിറ. തീർച്ചയായും അലിയിനെ നിങ്ങൾ വകവരുത്തുകയാണെങ്കിൽ അത് ഇഹലോകത്തെയും പരലോകത്തെയും ഏറ്റവും വലിയ ഔന്നിത്യം ലഭിക്കുവാനുള്ള വലിയ കാരണമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ സമയത്ത് ഷബീബ് പറയുന്നുണ്ട്, ലൗകാന ഗൈറ അലിയിൻ അഹ്വനു അലൈന. അലിയല്ലാത്ത വേറെ ആരെങ്കിലും ആണെങ്കിൽ അത് കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷെ അലിയെ എങ്ങനെ വധിക്കുക? കാരണം സാബിഖിയ്യത്തുൽ ഇസ്ലാം, അദ്ദേഹം ഇസ്ലാമിലേക്ക് വളരെ മുമ്പ് വന്നയാളാണ്. മാത്രമല്ല ഖറാബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ബന്ധുവാണ്. ശരിയാണ്, അദ്ദേഹം ഞങ്ങളുടെ ശത്രുവാണ്. എങ്കിലും ആ ഒരു ഇത്രമാത്രം വലിയ ഒരു ക്രൂരത ചെയ്യണമോ എന്ന് ഷബീബ് ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ആ ക്രൂരൻ പറയുകയാണ്, ഷബീബ്, നീ ആലോചിക്കണം, നെഹ്റുവാനിൽ കൊല്ലപ്പെട്ട നമ്മുടെ ബന്ധുക്കളെ, അവരുടെ രക്തം ധാരധാരയായി നെഹ്റുവാനിൻ്റെ മണ്ണിലും നഖീലിൻ്റെ മണ്ണിലും ജമലിലും മറ്റുമൊക്കെ ഒഴുകിയത് നീ ഓർക്കണം. അതോർത്തുകൊണ്ട് കൊന്നവനെ കൊല്ലുക എന്നത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കളെ കൊന്നതിന് പകരമായി പ്രതികാരം അത് പ്രവാചകരുടെ കുടുംബക്കാർ ചെയ്താലും ഇസ്ലാം നീതി നടപ്പാക്കാനാണ് നമ്മോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം പ്രസംഗിക്കുകയാണ് ആളുകളോട്.
തീർച്ചയായും നമ്മളെങ്ങാനും രക്ഷപ്പെട്ടാൽ നമ്മുടെ മനസ്സിലുള്ള ഈ വലിയ പ്രയാസമുണ്ടല്ലോ, നെഹ്റുവാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് പകരം ചോദിക്കുക എന്ന ആ ഒരു ഉദ്ദേശം നടപ്പാക്കും. വഅദ്റക്നാ സഅറന, നമുക്ക് പ്രതികാരമെടുക്കാനും സാധിക്കും. വഇൻ ഖുതിൽനാ, ഇനി നമ്മൾ കൊല്ലപ്പെട്ടാലോ, ഫമാ ഇൻദല്ലാഹി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും ലഭിക്കുന്നതിനേക്കാളും നമുക്ക് നല്ലതെന്താണ്? കൊല്ലപ്പെടുന്നതാണ്. കാരണം ആ കൊല്ലപ്പെട്ടാൽ നാം സ്വർഗത്തിലേക്കാണ് പോവുക എന്നാണ്. ഇതാണ് ഏതൊരു പിഴച്ച വിശ്വാസികളുടെ. ഇപ്പൊ ടെററിസ്റ്റുകൾ നോക്കൂ, ആവശ്യമില്ലാതെ ചാവേറുകളായി, മനുഷ്യ ചാവേറുകളായി, ഇപ്പോൾ പള്ളികളിലൊക്കെ മനുഷ്യ ബോംബുകളായി സ്ഫോടനം നടത്തുന്ന ISIS പോലുള്ള അല്ലെങ്കിൽ ആധുനിക ഭീകരന്മാരായി രംഗത്ത് വരുന്ന ടെററിസ്റ്റുകൾ, ഇവർക്കൊക്കെ ഇൻഹിറാഫ് അഖീദയാണ്, അഥവാ അഖീദയിലുള്ള പിഴവാണ്. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ ചെയ്യുന്നത് നല്ലതാണെന്ന് കരുതിക്കൊണ്ടാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്നത്. ഇതേ രീതിയിൽ പുണ്യം കിട്ടുന്ന ഒരു കർമ്മമാണെന്ന് ഈ രണ്ടുപേരെയും നെയും ഷബീബിനെയും വളരെ കൃത്യമായി ബോധവൽക്കരണം നടത്തിയിട്ടാണ് ഇവർ ഈ കർമ്മത്തിലേക്ക് പോകുന്നത്. അതോടെ വളരെ ഊർജം ലഭിച്ചു. അവർ പ്ലാൻ ഇടുകയാണ്. റമദാൻ 17 അന്ന് ഖിയാമുൽ ലൈൽ നിർവഹിക്കുവാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് സാധാരണഗതിയിൽ പള്ളിയിലേക്ക് വരും. ആ പള്ളിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ നടത്തത്തെക്കുറിച്ച് രഹസ്യമായി ഇവർ വാച്ച് ചെയ്തു. സാധാരണഗതിയിൽ ഖിയാം നിർവഹിക്കാൻ വരുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് മുന്നിൽ നടക്കും, പിന്നിലോ ഹുറാസുകൾ ഒരൽപ്പം പിന്നിലാണ് നടക്കാർ. അവർ പ്ലാൻ ചെയ്തു, നമുക്ക് 3 പേർക്കും അന്ന് പള്ളിയിലേക്ക് പോകാം. അങ്ങനെ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുവാൻ വേണ്ടി വളരെ നേരത്തെ തന്നെ പള്ളിയിൽ പ്രവേശിക്കാം. അലി ഇബ്നു അബീ ത്വാലിബ് ഏത് വാതിലിലൂടെയാണ് കടക്കുന്നത് എന്ന് അവർ ശരിക്ക് നോക്കി വെച്ചു. അങ്ങനെ അന്നേ ദിവസം ആ റമദാൻ 17 അന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖിയാമുൽ ലൈലിന് നേതൃത്വം കൊടുക്കുവാനും നിസ്കരിക്കുവാനും പള്ളിയിലേക്ക് കടന്നു വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അദ്ദേഹം വരുന്ന സമയത്ത് അസ്വലാ യാ ഇബാദല്ലാഹ്, അസ്വലാ യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് കൂടെയുള്ള ആളുകളോട് തഹജ്ജുദ് നിസ്കരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് സാധാരണഗതിയിൽ പള്ളിയിലേക്ക് വരാറ്. ഇതേ ഒരു സ്വഭാവമാണ് പഴയ കാലത്ത് സൗദി അറേബ്യയിലൊക്കെ നിസ്കാരമാകുമ്പോൾ അസ്വലാ അസ്വലാ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തവ്വമാര് പോവാറുണ്ടായിരുന്നു. ഇതേ രീതിയിൽ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖിയാം നിർവഹിക്കുവാൻ വേണ്ടി പള്ളിയുടെ അകത്തളത്തിലേക്ക് കയറുകയാണ്. ഹുറാസുകൾ എത്തിയിട്ടില്ല, കാവൽക്കാർ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. പള്ളിയിലേക്ക് കടന്ന് ആദ്യം ഇവർ രണ്ടുപേരും പള്ളിയിലിരുന്ന് നിസ്കാരം നിർവഹിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അലി റളിയല്ലാഹു അൻഹു ഈ ശബ്ദമുണ്ടാക്കി അസ്വലാ യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് കടന്നപ്പോൾ ആദ്യമായി ഷബീബ് ചാടി എണീറ്റുകൊണ്ട് വെട്ടുകയാണ്. വെട്ടിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ പള്ളിയിൽ കൂടിയ വിശ്വാസികൾ അത്ഭുതത്തോടെ നോക്കുമ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ചാടിയിട്ട് നേരെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്കൊരു വെട്ടുകൊടുക്കുന്നത്. ആ വെട്ടുകൊടുത്തപ്പോൾ മഹാനവറുകളുടെ തല പിളർന്നുകൊണ്ട് നേരെ അതിൽ നിന്നും രക്തം, തല ഒരൽപ്പം ആഴത്തിൽ മുറിയായെങ്കിലും അതേ സ്പോട്ടിൽ വഫാത്തായില്ല, മറിച്ച് ആ രക്തം ധാരധാരയായി താടിരോമങ്ങളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹുവിന്റെ താടി പിടിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, ഈ താടി രോമങ്ങൾ രക്തം കൊണ്ട് ചെഞ്ചായമണിയുമെന്ന്. ആ ഒരു അതേ രംഗം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓർക്കുകയാണ്. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പിടിക്കപ്പെട്ടു. അവിടെയും നോക്കണം പ്രിയപ്പെട്ടവരെ, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ധാരധാരയായി താടിരോമത്തിലേക്ക് ഒഴുകുമ്പോഴും അവർ പറയുന്നത് ഇന്നത്തെ സുബ്ഹി നിസ്കാരത്തിന്റെ ഇമാമാരാണെന്നാണ്. സുബ്ഹി നിസ്കാരത്തിന് അവിടെ ഇമാമ നിൽക്കണം. കാരണം അലി റളിയല്ലാഹു അൻഹുവിനെ നിസ്കരിക്കാൻ നേതൃത്വം നൽകാൻ കഴിയില്ല. അദ്ദേഹം ജുഅദ ഇബ്നു ഉബൈറ ഇബ്നു അബീ വഹബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ജുഅദ, നിങ്ങൾ സുബ്ഹി നിസ്കാരത്തിന് നേതൃത്വം നൽകണം. കാരണം എനിക്കൊരു പക്ഷേ ഇമാമത്ത് നിൽക്കാൻ സാധ്യമല്ല. അങ്ങനെ മക്കൾ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന ഇടയിൽ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന തന്നെ വധിക്കാൻ വേണ്ടി വന്നയാൾ കൂടെയുണ്ട്. എന്നിട്ട് ചോദിച്ചു, ഐ അദുവല്ലാഹ്, ഐ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ, അലം ഉഹ്സിൻ ഇലൈക, ഞാൻ നിനക്ക് നന്മ ചെയ്തിട്ടില്ലേ? അഅതൈതുക സിയാദത്തൻ മിനന്നാസ്, പണ്ട് നീ മദീനയിലേക്ക് ഡമസ്കസിൽ നിന്ന് ഒരു പോരാളിയായി വന്നപ്പോൾ ആ സന്ദർഭത്തിൽ നിന്നെ രക്ഷിക്കാൻ ഞാൻ ഉണ്ടായിരുന്നു. നിനക്കൊരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്. നിന്നിൽ പല അപലക്ഷണങ്ങളും കണ്ടപ്പോൾ അത് മുഖം നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ വിശ്വസിക്കുകയും നിനക്ക് ഞാൻ നന്മ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
ഫമാ ഹമലക അലാ ഹാദാ, ഇത്രയും വലിയ ഒരു ക്രൂരത എന്നോട് ചെയ്യാൻ നിന്നെ ആരാണ് പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, സനൻതു 40 സബാഹ, ഞാൻ 40 ദിവസമായി എൻ്റെ വാള് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഞാൻ ഈ വാളിൽ വിഷം ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്, വിഷം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. വസഅൽതുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, അൻ യുഖ്തല ബിഹി ശർറു ഖൽഖി, അള്ളാഹുവിൻ്റെ ഖൽഖിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായ ആള് അദ്ദേഹം ഈ വാളുകൊണ്ട് കൊല്ലപ്പെടണമെന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. ഫഖാല അലിയുൻ, ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു കൂടെയുള്ള സഹാബത്തിനോട് പറയാണ്, പ്രിയപ്പെട്ടവരെ, ഇവനാണ് ഷർറു ഖൽഖ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ താടിരോമം പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ലോകത്തെ ഏറ്റവും ഷർറായ മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയുമോ? ലോകത്ത് ഒന്നാമത്തെ ഷർറുൽ അവ്വലീൻ, അവ്വലീങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഏറ്റവും ഷർറായ മനുഷ്യൻ അത് സമൂദ് ഗോത്രത്തിലേക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒട്ടകത്തെ പുറപ്പെടിച്ച അവസരത്തിൽ ആ ഒട്ടകത്തെ കൊന്ന ഖുദാർ ബിൻ സാലിഫ എന്ന വ്യക്തിയാണ്. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, ഇതിംബഅസ അഷ്ഖാഹ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പരാജയപ്പെട്ടയാള് അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ എന്ന ഖുദാർ ബിൻ സാലിഫയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും ഷർറായ മനുഷ്യൻ. ഇനി അവസാനം വരുന്ന കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടയാൾ ആരാണെന്ന് നിനക്കറിയുമോ എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, വഹുവ ഖാതിലുക, നിന്നെ കൊല്ലാൻ വരുന്ന ആളുണ്ടല്ലോ, അദ്ദേഹമാണ് ഈ ലോകത്ത് രണ്ടാമതായി അഥവാ ആഖിരീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായ ആള്. മഹാനായ അലി റളിയല്ലാഹു അൻഹു, വൈഹക്, എത്ര മോശമാണടോ നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പറയാണ്, ഇൻ മുത്തു, ആളുകളോട്, കൂടെയുള്ള ആളുകളോട്, ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, മക്കളെല്ലാവരും കൂടെയുണ്ട്, അതുപോലെ അബൂ ത്വാലിബിന്റെ മക്കളും ബനൂ അബ്ദുൽ മുത്തലിബിൽപ്പെട്ട ആളുകളുമുണ്ട്. അവരോടൊരു വസിയത്ത് പറയുകയാണ്, ഇൻ മിത്തു, ഞാൻ മരിക്കുകയാണെങ്കിൽ ഫഖ്തുലൂഹു, നിങ്ങൾ അവനെ കൊല്ലണം. കാരണം ഞാൻ കൊല്ലപ്പെട്ടാൽ മാത്രമേ തിരിച്ചു കൊല്ലാൻ അർഹതയുള്ളൂ. ഇൻ മിത്തു, ഞാൻ മരിക്കുകയാണെങ്കിൽ ഫഖ്തുലൂഹു, അപ്പോൾ നിങ്ങൾ അവനെ വധിക്കണം. വൈൻ ഇഷ്തു, ഇനി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫഅന അഅരിഫു, ഞാൻ അറിയും, മാദാ അസ്നഉ ബിഹി, എനിക്കറിയാം എന്താണ് അവനോട് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് കാരണം പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? അന്നഫ്സു ബിൻ നഫ്സി, ശരീരത്തിന് പകരം ഒരാളെ കൊല്ലപ്പെട്ടാൽ മാത്രമേ കൊല്ലപ്പെടാൻ പാടുള്ളൂ. അതുകൊണ്ട് യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, നിങ്ങൾ ഒരിക്കലും ലാ തഖ്തുലൂ ഗൈറഹു, ഈ കൊന്നവനെയല്ലാതെ മറ്റൊരാളെ കൊല്ലാൻ, ഇവനോടുള്ള പ്രതികാരത്തിന്റെ പേരിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റാളുകളെ കൊല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇവനെ മാത്രമേ ഞാൻ മരിച്ചാൽ നിങ്ങൾ കൊല്ലേണ്ടതുള്ളൂ എന്ന് അവരോട് പറയുന്നു. അങ്ങനെ ദാരുണമായ രീതിയിൽ 2 ദിവസം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്നു. ആ വേളയിൽ വസിയത്ത് നടത്തുകയാണ്, ആളുകളോട് ഉപദേശിക്കുകയാണ്. ആ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ ചുംബിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ ഉമ്മ വളരെ നേരത്തെ വഫാത്തായി, ഇനി നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് 2 ദിവസവും കൂടി മഹാനവറുകൾ ജീവിക്കുകയാണ്. റമദാൻ 17 വെള്ളിയാഴ്ചയാണ് അദ്ദേഹം വാളിനിരയാകുന്നത്. അങ്ങനെ ഒരു റമദാൻ 20-നാണെന്നും 21-നാണെന്നും അഭിപ്രായമുണ്ട്. ആ ദിവസത്തിൽ അദ്ദേഹം ഇഹലോകവാസം വെടിയുകയാണ്. അങ്ങനെ മഹാനവറുകളെ കൂഫക്ക് തൊട്ടടുത്തുള്ള നജ്ഫ് എന്ന സ്ഥലത്ത് അദ്ദേഹം മറമാടപ്പെടുന്നു. അതല്ല, സഹാബാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർ ഗൈറു മഅറൂഫാണ്, അറിയപ്പെടാത്തതാണ് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ നേരത്തെ പറയുമ്പോൾ അംറുബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ ഡമസ്കസിലെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും വധിക്കാൻ പോയ 2 പേരുണ്ടല്ലോ, അംറും ബുറക്കും. അവര് 2 പേർക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അതെ, അവരും തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി വളരെ കൃത്യതയോടെ പ്ലാൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. മഹാനായ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ സ്ഥിരമായി വരാറുള്ള അതേ പള്ളിയിൽ ബുറഖ് എന്നയാൾ നേരത്തെ ഗൂഢാലോചന നിശ്ചയിച്ച പ്രകാരം ആ ഖുബ്ബത്തുൽ വൈളാഇന്റെ താഴ്വാരയിൽ വിശ്രമിക്കുകയാണ്. പക്ഷേ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് നടക്കാറില്ല, അദ്ദേഹം കൂട്ടത്തിലാണ് നടക്കാറ്. അപ്പോൾ നേരത്തെ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം നടപ്പാക്കാൻ ഉദ്ദേശിച്ച പോലെ അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ ബുറക്കിന് സാധിച്ചില്ല. മറിച്ച് ബുറക്ക്
ചാടിയിട്ട് മഹാനായ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ വെട്ടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പിൻവശത്ത് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പിൻവശത്ത് മാത്രമാണ് വാള് കൊണ്ടത്. കൂടെയുള്ള ആളുകൾ തടയുകയും അദ്ദേഹത്തെ അവിടെ വെച്ച് തന്നെ തിരിച്ചു വധിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള പട്ടാളക്കാർ അതേ സ്ഥലത്ത് വെച്ച് തന്നെ അൽ ബുറഖ് ബിൻ അബ്ദുള്ള തമീമി എന്ന തന്നെ വധിക്കാൻ വേണ്ടി വന്നയാളെ അവിടെ വെച്ച് തന്നെ വധിച്ചു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഇതേ ദിവസം 3 പേരെ ഒരേ സമയത്ത് വധിക്കാന്നാണല്ലോ റമദാൻ 17 ബദർ യുദ്ധം നടന്ന അതേ സമയത്ത് നടത്തണം എന്ന് അവർ പകയുടെ കാരണം ഇവരാണ് ഷിറാറുന്നാസ്, ലോകത്ത് മോശപ്പെട്ട 3 ആളുകളാണ് ഇവരെന്നാണ് ഇവരുടെ തീരുമാനം, ഖവാരിജാക്കളുടെ തീരുമാനം. അപ്പോ ഇവിടെയും നമ്മുടെ ഇപ്പൊ ഫലസ്തീൻ യുദ്ധത്തിലാണ് 6 ഒക്ടോബർ അതേ ദിവസമാണ് അവർ തിരഞ്ഞെടുത്തത്. കറക്റ്റ് 50 വർഷത്തിന് ശേഷമുള്ള 6 ഒക്ടോബർ. ഒക്ടോബർ 6 എന്ന പോലെ അതേ ഓർമ്മയുടെ പശ്ചാത്തലത്തിൽ ഇവർ ചെല്ലുകയാണ്. അങ്ങനെ അംർ ഇബ്നു ബക്കർ തമീമി മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ പ്രതീക്ഷിച്ച് അദ്ദേഹം നിസ്കരിക്കാൻ വരാറുള്ള പള്ളിയിലേക്ക് വരികയാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പരിവാരങ്ങളുടെ കൂടെ നടന്നു വരുന്ന ബുദ്ധിമാനായ അംർ ഇബ്നുൽ ആസിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ചാടിയിട്ട് ഒറ്റയടിക്ക് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണെന്ന് കരുതി വെട്ടി. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അന്നേ ദിവസം മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രോഗിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ നായിബായ അസിസ്റ്റന്റ് ഗവർണറായിരുന്ന ഖാരിജു സഹ്മി റളിയല്ലാഹു അൻഹു അദ്ദേഹം അംർ ഇബ്നുൽ ആസ് അന്ന് രോഗിയായതുകൊണ്ട് പള്ളിയിലേക്ക് വന്നില്ല. ഖാരിജു സഹ്മിയുടെ തലയിൽ വെട്ടുകയും അദ്ദേഹം അവിടെ വെച്ച് തന്നെ വഫാത്താവുകയും ചെയ്തു. അങ്ങനെ അംറിനെ അവിടെ വെച്ച് പിടിച്ചു, ചോദ്യം ചെയ്ത് നേരെ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ കൈറോ നഗരത്തിന്റെ ഫുസ്താത്ത് പള്ളിയിൽ, നമുക്കറിയാം ആഫ്രിക്കൻ വൻകരയിൽ ഏറ്റവും ആദ്യമായി നിർമ്മിക്കപ്പെട്ട ആ പള്ളിയുടെ പരിസരത്ത് ഇദ്ദേഹത്തെ കെട്ടിയിടുകയും കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. ആദ്യം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിച്ചു, അലി റളിയല്ലാഹു അൻഹുവിന്റെ ആളുകളാണോ ഇദ്ദേഹത്തെ വധിക്കാൻ വന്നത് എന്ന്. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹു അസൂയയോടുകൂടെ ഇദ്ദേഹത്തെ അയച്ചതാണെന്ന്. പക്ഷേ അംർ ഇബ്നു ബക്കർ തമീമിയെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഖാരിജാണെന്ന് വിളിച്ചു പറഞ്ഞു. കാരണം ഇദ്ദേഹത്തെ പിടിച്ചപ്പോഴും ഇദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. നേരത്തെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വെട്ടിയ അതേ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമും അലി റളിയല്ലാഹു അൻഹുവിന്റെ തലയിൽ വാൾ കൊണ്ട് വെട്ടിയ ഉടനെ അദ്ദേഹവും പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന ആവേശത്തോടെ അദ്ദേഹവും പറഞ്ഞത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഓ അലി നീ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കണം, കാരണം അല്ലാഹുവിനല്ലാതെ ലോകത്ത് ഭരിക്കാൻ അധികാരമില്ല എന്ന ഖവാരിജാക്കളുടെ തെറ്റായ വാദമായിരുന്നു അദ്ദേഹം ആ സമയത്ത് പോലും പ്രകടിപ്പിച്ചത്. ഇതേ വാദമാണ് ഈ അംർ ഇബ്നുൽ ബക്കർ എന്ന ആളെ പിടികൂടിയപ്പോൾ അദ്ദേഹവും ഉയർത്തിപ്പിടിച്ചത്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു ഫ്ലോ നഷ്ടപ്പെടണമെന്ന് വിചാരിച്ചിട്ട് ഇടക്കേറി സംസാരിച്ചിട്ട്, അതായത് പലർക്കും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇത് കേൾക്കുന്ന സമയത്ത് ഒരു ചോദ്യം ഉണ്ടാവും, ആരാണ് ഈ ഖവാരിജിങ്ങൾ? ഒരു മുസ്ലിം വിഭാഗമായിട്ടും എന്തിനാണ് അവർ അന്നത്തെ ഖലീഫക്കെതിരെ, മുസ്ലിമാണല്ലോ എല്ലാവരും, അപ്പോൾ ഒരു മുസ്ലിമായിട്ടും എന്തുകൊണ്ടാണ് ഇവർ അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്? അതായത് ഇപ്പോൾ നെഹ്റുവാൻ യുദ്ധത്തിന്റെ ഒരു പ്രതികാരമായിരുന്നു. അപ്പോൾ എന്തായിരുന്നു നെഹ്റുവാൻ യുദ്ധം എന്നറിയാത്തവരുണ്ടാവും. അതേപോലെ നഹീൽ യുദ്ധം, അതേപോലെ ഇസ്ലാമിനകത്ത് നടന്ന സിഫീൻ യുദ്ധം, ജമൽ യുദ്ധം, ഇതിനെപ്പറ്റിയൊന്നും ചിലപ്പോൾ അറിവില്ലാത്ത ആളുകളും ചിലപ്പോൾ കാണുന്നുണ്ടാവും. ഏതായാലും അവർക്ക് വേണ്ടിയിട്ട് ബ്രീഫായിട്ട് ആരാണ് ഈ ഖവാരിജീങ്ങൾ? അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് ഖവാരിജീങ്ങളാണ്. അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു. അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതാണ്. അബൂലുലത്തിന്റെ അടിമയായിട്ടുള്ള വലീദ് ഇബ്നു മുഗൈറ ആയിരുന്നു. അതും പള്ളിയിൽ തന്നെയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു വധിച്ചതുപോലെ പള്ളിയിൽ നിസ്കാരത്തിലായിരുന്നു. അതേപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും വധിക്കുന്നത് ഇബ്നു സിയാദ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ചരിത്രത്തിന് പിന്നിലെ പശ്ചാത്തലം മാഷാ അല്ലാഹ്, നമ്മൾ തന്നെ നേരത്തെ ഇബാദിയാക്കളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാബി തന്നെ ഒരു ഇന്റർവ്യൂ നടത്തി ഒമാനിലെ ഇബാദിയാക്കളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മുടെ 15ാമത്തെ എപ്പിസോഡാണ് തോന്നുന്നത്. നമ്മൾ 40-ഓളം ഇന്റർവ്യൂകൾ ഉസ്താദുമായിട്ട് ചെയ്തിട്ടുണ്ട്. 15ാമത്തെ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. അതെ, ആ എപ്പിസോഡിൽ വളരെ കൃത്യമായി ഏറെക്കുറെ ഒരു ബ്രീഫ് ആ ഒരു ഇന്റർവ്യൂവിൽ നാം ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഖവാരിജാക്കളെ കുറിച്ച് മാത്രം നമുക്ക് ഒരു ഇന്റർവ്യൂ പിന്നീട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. കാരണം ആളുകൾക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കൽ വളരെ അനിവാര്യമാണ്. വളരെ ചുരുക്കി ഒന്ന് പറയാം. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ് അർത്ഥം. പരിശുദ്ധ ഇസ്ലാമിന്റെ മില്ലത്തിൽ നിന്ന് പുറപ്പെട്ടവരായിരുന്നു ഖവാരിജുകൾ. ഇവരുടെ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു സബഇനെ പോലുള്ള
ജൂത മതത്തിന്റെ പിന്തുണയോടുകൂടെ പ്രവർത്തിച്ച ചില വിശ്വാസികളായിരുന്നു. ഇവർ തെറ്റിദ്ധരിച്ചു ഒരുപാട് കാര്യങ്ങൾ. അവർ ആദ്യം കൊണ്ടുവന്ന വാദം ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മുആദ്, മുഹമ്മദ് റസൂലുള്ള ഒന്ന് വരും എന്നല്ലാതെ ഇവിടെ അബൂബക്കറോ ഉമറോ ഉസ്മാനോ ഒന്നും യഥാർത്ഥ ഖലീഫമാരല്ല. മറിച്ച് ഖലീഫ എന്നത് അള്ളാഹുവിന്റെ ഹുക്കുമാണിത്. ഇത് ഹുക്കൂമത്തുല്ലാഹിയാണ്, അള്ളാഹുവിന്റെ ഹുക്കുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹുക്കുമ നടപ്പാക്കാൻ ഇവിടെ ഈ പരസ്പരം തല്ലുകൂടുന്ന മുആവിയക്കോ അല്ലെങ്കിൽ അലീനോ റളിയല്ലാഹു അൻഹുമ അവർക്കൊന്നും ഒരധികാരവുമില്ല. മറിച്ച് അധികാരം അള്ളാഹുവിന് മാത്രം എന്നതായിരുന്നു അവരുടെ വാദം. ഇങ്ങനെ ഒരുപാട് വാദങ്ങളുണ്ട്. ഇവര് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉന്നയിച്ച ആളുകൾ തന്നെയാണോ ഇവര്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഘാതകരെ പിടികൂടണം എന്ന വാദം അവർക്കല്ല ഉള്ളത്, അത് ഖവാരിജാക്കൾക്കല്ല. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു. ആ രണ്ട് വിഭാഗവും ഉദൂലാണ്. അവർ ചെയ്തത് ഒരു ഗവേഷണാത്മകമായ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ തൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അതുപോലെ മഹാനായ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ വാദിച്ചത് ആദ്യം വധിച്ചവർക്കെതിരെ പ്രതികാരം ചെയ്യും, അതിനുശേഷം വരണം. അലി റളിയല്ലാഹു അൻഹു അല്ല, ഇപ്പോൾ ഇവിടെ പ്രശ്ന കലുഷിതമായ അന്തരീക്ഷമാണ്. ഖവാരിജുകൾ ഒരു വശത്ത്, സബകൾ ഒരു വശത്ത്, മാത്രമല്ല ജൂതന്മാർ മറുവശത്ത്, ഇബാദിയാക്കളും മറ്റു തുടങ്ങുന്ന മറ്റു ചില ഛിദ്രശക്തികൾ പല ഭാഗത്തും തലപൊക്കുന്നു. അവരെ ഒതുക്കിയ ശേഷം മാത്രം ഈ ഒരു കർമ്മത്തിലേക്ക് ചെയ്യാം. ഇത് രണ്ടും ഒരു ഗവേഷണാത്മകമായ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് ജമൽ യുദ്ധത്തിലേക്ക് ആയിഷ ബീവിയിലൂടെ. അപ്പൊ ഈ ജമൽ യുദ്ധം ഇതൊക്കൊന്നും ഖവാരിജുകൾക്കെതിരെ നടന്ന യുദ്ധമല്ല, മറിച്ച് അവരെന്താ ചെയ്തത്? ഖവാരിജുകൾ ഈ നടന്ന യുദ്ധങ്ങളിലൊക്കെ രണ്ട് ഭാഗത്തും കത്തിക്കാൻ ശ്രമിച്ചു. ഇവരുടെ പണി തന്നെ എന്തായിരുന്നു? ലാ ഇലാഹ ഉല വലാ ഇലാഹ ഉല, രണ്ട് പക്ഷത്തും ചേരാതെ. നമ്മൾ അന്ന് ഇബാദിയാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ സാധാരണ ഒമാന്റെ ഒരു ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പല കർമ്മ വീക്ഷണത്തിൽ പോലും മാറി നിൽക്കുക. ഇപ്പോ പെരുന്നാൾ ആകുമ്പോൾ ഇതിലൊക്കെ മാറി നിൽക്കുന്ന രീതികളൊക്കെ നമ്മൾ എല്ലായിടത്തും നാളെ പെരുന്നാൾ ഇപ്പൊ എന്ത് വന്നാലോ ചിലപ്പോൾ യുദ്ധങ്ങൾ വരെ നടക്കുമ്പോൾ പോലും അവർ ഒരു പക്ഷത്തും ചേരാതെ ഇങ്ങനെ നിൽക്കും. അത് അവരുടെ ഒരു സ്വഭാവമാണ്. യമൻ യുദ്ധം ഇതൊക്കെ നടക്കുന്ന സന്ദർഭത്തിലും ഇത്തരം ആളുകൾ ഒന്നിലും ചേരൂല. ഇവർ ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ ചെയ്തു. ഇവർ വലിയ തലപ്പാവ് ധരിക്കും. നിസ്കാരത്തിന്റെ സമയത്തൊക്കെ വലിയ നിസ്കാരം. ഇപ്പൊ നേരത്തെ നമ്മൾ കഥ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, ഫുതാമ് എഴുത്തിക്കാഫിരുന്നു. അവള് പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പയെയും സഹോദരനെയും വധിച്ച ആളുകളെ വധിക്കുന്നത് വരെ ഈ പള്ളിയിൽ ഞാൻ എഴുത്തിക്കാഫിരിക്കും. അവള് പറയാണ്. ഖുതാമ അങ്ങനെയാണ്. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ, ഖവാരിജാക്കൾ യോഗം ചേർന്നത് എവിടെയാണ്? പള്ളിയിൽ. അപ്പൊ രഹസ്യമായ പള്ളികളും ഇബാദത്തും നിസ്കാരവും ഖുർആനും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അവരുടെ വാദം തന്നെ കാരണം ഇതൊരു ജൂത സൃഷ്ടിയാണ്. ഇസ്ലാമിക വ്യാപനം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോയപ്പോൾ ഒരിക്കലും ഈ വിശ്വാസികളെ ഇവരിൽ നിന്ന് തന്നെ ശത്രുക്കളെ തിരഞ്ഞെടുത്തിട്ടല്ലാതെ, ഇവരിൽ നിന്ന് തന്നെ ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടല്ലാതെ തകർക്കാൻ സാധ്യമല്ല എന്ന ജൂത കാഴ്ചപ്പാടിന്റെ സയനിസ്റ്റ് ഹിഡൻ അജണ്ടയുടെ ഭാഗമായാണ് ഇതൊക്കെ ഉണ്ടായത്. അബ്ദുല്ലാഹിബ്നു സബ എന്ന ജൂതനായ മനുഷ്യൻ ഷിയ എങ്ങനെയാണോ ഉണ്ടാക്കിയത്, അതായത് ഇസ്ലാമിന് അകത്തുനിന്ന് തകർക്കാൻ വേണ്ടിയിട്ട് ഷീസം ഉണ്ടാക്കിയത് പോലെ തന്നെയാണോ ഖവാരിജി അത് ജൂതന്മാരുണ്ടാക്കിയത്? ഈ അബ്ദുല്ലാഹിബ്നു സബ ഷിയായിസം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അദ്ദേഹം എല്ലാ ആളുകൾക്കും ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം നേതൃത്വം നൽകാനുണ്ടായിരുന്നു. അങ്ങനെ ഷീസം ഒരു ഭാഗത്ത് വളരുമ്പോൾ തന്നെ മറ്റൊരാൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ശിഷ്യനും വളരെ പ്രധാനിയുമായ നാഫി ഇബ്നുൽ അസ്റഖ് ഇബ്നു ഖൈസ് അൽ അനഫി അൽ ബക്രി എന്ന ഒരാൾ അദ്ദേഹത്തെ മുന്നിലിട്ടു. അങ്ങനെ ഇദ്ദേഹം അബ്ദുല്ലാഹിബ്നു അബ്ബാസിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം രംഗത്ത് വരികയും ഇദ്ദേഹം ഖാരിജവാദവുമായി വന്നു. അങ്ങനെ പല ആളുകളുടെയും സഹാബാക്കളിൽപ്പെട്ട ചില ആളുകളെ ഇവർക്ക് ആദ്യം തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചു. എന്നിട്ട് താബിഈകളായി പുതുതായി ഇസ്ലാമിലേക്ക് കടന്ന ആളുകൾക്ക് ഇവരുടേതായ ചില ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയെയും ചീത്ത പറയിപ്പിച്ചു, മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത പറയിപ്പിച്ചു. അതോടൊപ്പം അലി ഇബ്നു താലിബ് റളിയല്ലാഹു അൻഹുവിനെ കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ചു. എത്രത്തോളം? ഉദാഹരണം, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യമായി ബൈഅത്ത് ചെയ്ത രംഗം നമുക്കറിയാം. അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. 7 ദിവസത്തോളം മദീനയിൽ ഖലീഫമാരാരും വന്നില്ല. അങ്ങനെ ഒരു വിഭാഗം സഹാബത്ത് പറഞ്ഞു, അലി നിങ്ങളാണ് ഖലീഫക്ക് അർഹത, നിങ്ങൾ ഖലീഫയാകണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അലി ഇബ്നു അബീ താലിബ് പറഞ്ഞു, അല്ലല്ല, ഞാൻ അതിന് തയ്യാറല്ല.
അന അൽയഖു ബിൽ വസീർ, ഞാൻ വസീറാകാനാണ് ഏറ്റവും യോജിച്ചത്, ഒരിക്കലും അമീറാകാനോ ഖലീഫയാകാനോ ഞാൻ യോജിച്ചയാളല്ലെന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു പിന്നോട്ട് നിൽക്കുകയാണ്. മന്ത്രി, ഞാനൊരു മിനിസ്റ്റർ ആകാനാണ് യോഗ്യൻ, ഞാൻ ഖലീഫയാകാനല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് സഹാബത്ത് വീണ്ടും നിർബന്ധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിലും ഒരു കാര്യം ചെയ്യൂ, ആദ്യം ബദറിൽ പങ്കെടുത്ത സഹാബികൾ വരട്ടെ. ഇവിടെ ഖവാരിജാക്കളുടെ ഒരു പോയിന്റ് പറയാനാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കണേ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദ്യം ബദറിൽ പങ്കെടുത്ത സഹാബികൾ വരട്ടെ, അവരെല്ലാവരും വന്ന് ബൈഅത്ത് ചെയ്യട്ടെ, എന്നിട്ടേ ഞാൻ ഖിലാഫത്ത് ഏറ്റെടുക്കൂ. അങ്ങനെ അക്കൂട്ടത്തിൽ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ല, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ല. കാണാതായപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹ്, ഞാൻ ഒരിക്കലും ആകൂല, കാരണം ഐന തൽഹ എവിടെയാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അങ്ങനെ അവർ രണ്ടുപേരും വന്നു. എന്നെ ഇവർ എല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അധികാരത്തിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അവർ പറഞ്ഞു, ലാ ബൽ അൻതും അഅലമു മിന്ന, ഞങ്ങളെക്കാളും അറിവുള്ളവരാണ്, ഞങ്ങളെക്കാളും ഇതിന് അർഹർ താങ്കൾ തന്നെയാണ് എന്ന് പറഞ്ഞു മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റൂ, ഇവിടെ നല്ല ചെയ്യേണ്ടത്, പള്ളിയിൽ വെച്ച് ചെയ്യണം, കാരണം എല്ലാവരും കാണാൻ പരസ്യമായി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹു കൂടി പള്ളിയുടെ ഉള്ളിലേക്ക് ചെന്നു. അങ്ങനെ സുബൈർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു. അങ്ങനെ തൽഹ റളിയല്ലാഹു അൻഹു, അപ്പോഴാണ് ഖവാരിജാക്കളെ കുറിച്ചുള്ള ഒരു ചർച്ച വരുന്നത്. തൽഹ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ വലത്തെ കൈ കുഴഞ്ഞ അവസ്ഥയായിരുന്നു. തൽഹ റളിയല്ലാഹു അൻഹു എന്തിനു വേണ്ടി? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ സമരം നടത്തിയ ആളുകളുടെ സമരത്തിൽ പ്രതിരോധിച്ചുകൊണ്ട് മഹാനായ തൽഹ റളിയല്ലാഹുവിന്റെ കൈ മുമ്പ് നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു കൈ കുഴഞ്ഞ, വലത്തെ കൈ കുഴഞ്ഞ അദ്ദേഹം ഇടത്തെ കൈ കൊണ്ട് ബൈഅത്ത് ചെയ്തു. ആ സമയത്ത് ഖവാരിജാക്കളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, തൽഹ ബൈഅത്ത് ശരിയല്ല, തൽഹ ചെയ്ത ബൈഅത്ത് ശരിയല്ല, കാരണം അദ്ദേഹം അവരെന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ നോക്കിയാണ്. ഇടത്തെ കൈ കൊണ്ടാണ് അദ്ദേഹം ബൈഅത്ത് ചെയ്തത്. ഇടത്തെ കൈ കൊണ്ട് ചെയ്തത് നഹ്നു അസ്ഹാബുൽ യമീൻ, നമ്മൾ വലതുപക്ഷത്തിന്റെ ആളുകളാണ്, അതുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖവാരിജാക്കൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്താണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു സുബൈർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്, നിങ്ങൾ മനസ്സിലാക്കണം, ഹാദാ യദുൻ ദാഫഅൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അള്ളാഹുവിന്റെ റസൂലിനെ പ്രതിരോധിച്ച, അള്ളാഹുവിന്റെ റസൂലിനെതിരെ വന്ന ശത്രുക്കളെ പ്രതിരോധിച്ച കൈകളാണ്. ആ കൈകൾക്ക് ബലഹീനതയായതുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നം അല്പം പരിഹരിക്കപ്പെട്ടു. പിന്നീട് മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ ഖവാരിജാക്കൾ അദ്ദേഹത്തെ കൂടി, ഈ നിന്ദനെയാണോ നിങ്ങൾ ബൈഅത്തിൽ പല ആയത്തുകളും ഓതിക്കൊണ്ട് ഖുർആനിലെ നസ്സാണെന്ന് തോന്നിപ്പിക്കുന്ന മുനാഫിഖുകളെ കുറിച്ച് ഇറങ്ങിയ ചില ആയത്തുകളും സൂക്തങ്ങളും ഓതിക്കൊണ്ട് സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പിൻപറ്റാൻ കാരണം ചെറിയ പ്രശ്നം ഇവർക്കിടയിലുണ്ടല്ലോ. എന്താ പ്രശ്നം? രണ്ട് ഈ ഗവേഷണാത്മകമായ പ്രശ്നത്തെ കത്തിക്കാൻ വേണ്ടി പെട്രോൾ ഒഴിക്കുന്ന പോലെ, എരിറ്റിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഈ പ്രശ്നത്തെ കത്തി നശിപ്പിക്കുവാൻ വേണ്ടി അവരൊരുപാട് ശ്രമം നടത്തി. ഒരു നിലക്കും ഈ രണ്ട് മഹാരഥന്മാരായ സ്വഹാബത്തും അതിന് നിന്നുകൊടുത്തു. ബ്രിട്ടീഷുകാരെ പോലെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുമ്പോൾ അങ്ങനെ അവര് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിന്നാലെ പോയി, അങ്ങനെ പിന്നാലെ പോയി, അവിടെ നിന്നും പ്രശ്നമുണ്ടാക്കാൻ നോക്കി. ഇങ്ങനെ ഓരോ സഹാബാക്കളും എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന ആളുകളെ ഇവരെ ആദ്യം കണ്ടെത്തും. ജൂത അജണ്ടയാണ്, ഹിഡൻ സയനിസ്റ്റ് അജണ്ടയാണ്. ഈ അജണ്ട കൊണ്ട് തന്നെ വളരെ ബുദ്ധിപരമായി ആദ്യം പറഞ്ഞത് ഖുർആൻ ജൂതന്മാരെയാണ്. മുശ്രിക്കീങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പറഞ്ഞത് ആരെയാണ്? ജൂതന്മാരെയാണ്. അദാവത്തിന്റെ ഇപ്പോഴും നമുക്കറിയല്ലോ, ഗസയുടെ തെരുവോരങ്ങളിലും ഖാൻ യൂനിസിലും അതുപോലെ ഗസയിലെ ഇതര ജില്ലകളിലുമൊക്കെ അവരെ കാട്ടിക്കൂട്ടിയിട്ട് ഗസ മെട്രോ എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ട് പാവപ്പെട്ട ആളുകളെ ഇടിച്ച് നിരക്കുന്ന രംഗം നമ്മൾ കാണുന്നതാണ്. ഇതേ രീതി അന്നും ബുദ്ധിപരമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ ജൂതന്മാർ ചെയ്തു. അക്കൂട്ടത്തിൽ മഹാന്മാരായ സ്വഹാബാക്കളിൽ പലരെയും ഭിന്നിപ്പിക്കുവാൻ വേണ്ടി ഈ ഖവാരിജാക്കൾ പരിശ്രമിച്ചു. ഇവർ ആളുകളുടെ മുമ്പിൽ വലിയ ഭക്തന്മാരായി അഭിനയിക്കും. പലപ്പോഴും സുബഹി നിസ്കാരം കഴിഞ്ഞ് അദ്കാറിന് പോലും നിൽക്കാതെ പുറത്തു പോകുന്ന രംഗം മഹാന്മാരായ സഹാബത്ത് അലി ഇബ്നു അബീ ത്വാലിബ് ചോദിച്ചപ്പോൾ അവർ പറയാണ്, കള്ളവാദം പറയാണ്,
ഞങ്ങളുടെ വീട്ടിൽ അടുത്ത സഹോദരന്റെ ഈത്തപ്പഴമുണ്ട്. ആ ഈത്തപ്പന മരത്തിൽ നിന്നും ഞങ്ങളുടെ വീടുകളിലേക്ക് ഈത്തപ്പഴങ്ങൾ വീഴും. അത് ഞങ്ങളുടെ കുട്ടികൾ ഭക്ഷിക്കും. അപ്പൊ ഞങ്ങളുടെ കുട്ടികളുടെ വയറ്റിലേക്ക് ഹറാമിന്റെ രക്തം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ദിക്റിന് പോലും ഇരിക്കാതെ ഓടിപ്പോകുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. ഇങ്ങനെ ആളുകൾക്ക് മുമ്പിൽ ഭക്തന്മാരായി ചമയുകയും കൊടിയ വഞ്ചകരും ശത്രുക്കളുമായി ഇസ്ലാമിൽ രംഗത്ത് വന്ന ഒരു വിഭാഗമായിരുന്നു ഖവാരിജാക്കൾ. അവരെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് എന്താണ്, ആരാണ്, എങ്ങനെ വന്നു എന്ന വിഷയം നമുക്ക് പിന്നീട് സംസാരിക്കാം. അവസ്ഥ പറഞ്ഞപ്പോ ഖവാരിജാക്കൾ എന്ന് പറഞ്ഞാല്, അതായത് ഇവര് ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ജമൽ യുദ്ധത്തില് ഒരു വശത്ത് അലി റളിയല്ലാഹു അൻഹു ആണ്, മറുവശത്ത് ആയിഷ ബീവിയും ത്വൽഹ റളിയല്ലാഹു അൻഹു സുബൈർ ഇബ്നുൽ അവ്വാം ആവുമ്പോ അവരുടെ കൂട്ടത്തിൽ പോയിട്ട് ഇവർക്കെതിരെ പറയും, ഇവരുടെ കൂട്ടത്തിൽ അവർക്ക് യുദ്ധത്തിൽ മുഅവിയ റളിയല്ലാഹു കൂടെയും കൂടും, അലി റളിയല്ലാഹുവിനെതിരെ, അങ്ങനെ പരസ്പരം. മാഷാ അല്ലാഹ് താങ്കൾ പറഞ്ഞത് വളരെ കൃത്യം. സിഫീൻ യുദ്ധത്തിൽ, ജമൽ യുദ്ധത്തിൽ, ഇത്തരം യുദ്ധങ്ങളിൽ ആ യുദ്ധങ്ങൾ നടന്നത് അലി റളിയല്ലാഹു അൻഹുവും ഗവേഷണത്തിൽ പേച്ച സഹാബത്തും രണ്ട് ഫിറഖുകളും അതിൽ ഹക്കിലാണ്. എന്നാൽ നെഹ്റുവാൻ യുദ്ധം നടന്നത് അങ്ങനെയല്ല. ഈ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ജമലോടുകൂടെ അത്യാവശ്യമൊക്കെ തീർന്നു. ആയിഷ റളിയല്ലാഹു അൻഹുക്ക് ബോധ്യപ്പെട്ടു, തൽഹ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു, സുബൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ആ വിഷയത്തിലേക്ക് പിന്നീട് കിടക്കാം. ഏതായാലും ഇൻഷാ നമ്മൾ ഒരിക്കലും അത് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഷാ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. ഏതായാലും അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ അലി റളിയല്ലാഹു അൻഹു തൽക്കാലം ജമൽ യുദ്ധത്തോടെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിതനായി എന്ന് കണ്ടു. അങ്ങനെ മോചിതനായി എന്ന് കണ്ടപ്പോൾ പിന്നീട് പ്രത്യക്ഷ ശത്രുക്കളായിട്ടുള്ളത് ഖവാരിജാക്കളാണ്. രണ്ട് തലയിലും താങ്കൾ ചോദ്യത്തെ സൂചിപ്പിച്ച പോലെ ഈ യുദ്ധങ്ങളിലൊക്കെ രണ്ട് തലയും കത്തിക്കാൻ വേണ്ടി ഓടി നടന്ന ഇവർക്കെതിരെ ശക്തമായ യുദ്ധം നെഹ്റുവാനിൽ വെച്ച് നടക്കുകയാണ്. നെഹ്റുവാൻ ഇറാഖിലാണ്. ഈ ഇറാഖിലെ നെഹ്റുവാനിൽ ഖവാരിജാക്കൾ ഒരുമിച്ച് കൂടി. അപ്പൊ അവിടെ ചെന്നുകൊണ്ട് സയ്യിദന അലി ഇബ്നു അബീ താലിബ് ഇവരെ വധിക്കുകയും ശക്തമായ രീതിയിൽ ആരെങ്കിലും ഭരണത്തിനെതിരെ കള്ളവാദങ്ങൾ, കാരണം എന്താ, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുവ, പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം വളരെ വ്യക്തമായി അറിയുന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തുടങ്ങി നിരവധി സഹാബാക്കൾ റളിയല്ലാഹു അൻഹും, അതോടൊപ്പം അലി ഇബ്നു അബീ താലിബിനെ പോലെ വൈജ്ഞാനിക ലോകത്തിന്റെ ഗേറ്റുകളായ മഹാരഥന്മാര് നിൽക്കുമ്പോൾ ഇവർ വലിയ പണ്ഡിതന്മാരായി വന്ന്, നാഫിഇനെ പോലുള്ള ആളുകൾ വന്ന് അവർ വലിയ ആലിമുകളായി ഖുർആന്റെ വാദങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അസത്യം പ്രചരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അവരെ നെഹ്റുവാനിൽ വെച്ച് പരാജയപ്പെടുത്തി. അത് അവരുടെ രാഷ്ട്രീയപരമായ വാട്ടർലൂ ആയിരുന്നു. ഏത്? ഈ നെഹ്റുവാൻ. സ്വാഭാവികമായും ഈ നെഹ്റുവാനിനോട് പ്രതികാരം ചെയ്യുവാൻ വേണ്ടിയാണ് ഇത്തരം പ്ലാനുകളൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പൊ ഖവാരിജാക്കൾക്ക് അലി റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നപ്പോൾ വന്ന പ്രതിസന്ധി രണ്ട്. ഒന്നാമത്തെ പ്രതിസന്ധി ഗവേഷണാത്മകമായ പ്രതിസന്ധി, മറ്റൊരു പ്രതിസന്ധി ഖവാരിജാക്കൾ എന്ന ശത്രുക്കളിൽ നിന്ന് നേരിട്ട പ്രതിസന്ധി. പിന്നെ മൂന്നാം പ്രതിസന്ധി ഉണ്ട്, അത് മറ്റു ഇതര ശത്രുക്കളിൽ നിന്ന്. അത് റോമിന്റെയും മറ്റു ഭാഗങ്ങളിലുമൊക്കെ നമുക്കറിയല്ലോ. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു തമ്മിൽ പ്രശ്നമുണ്ട് എന്നറിഞ്ഞപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി, മുആവിയ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി, നിങ്ങൾ ഞങ്ങളെ കൂടെ നാല് റോമക്കാർ. ആ സമയം പറഞ്ഞ് ദി ഗേറ്റ്, നീ പോടാ, നീ ബൈസന്റീനിയൻ ഡോഗാണ്, നീ ബൈസന്റീനിയൻ നായയാണെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് മറുപടി എഴുതിയ ആളാണ് ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. ഞങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ഞങ്ങൾ തന്നെ പരിഹരിച്ചു കൊള്ളാം, നിന്നെപ്പോലുള്ള ഉയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പ്രതികരിച്ചയാളാണ് സയ്യിദുന മുആവിയ റളിയല്ലാഹു അൻഹു. ഒരേ സമയത്ത് രണ്ട് ഇസ്ലാമിക തലസ്ഥാന നഗരി ഖിലാഫത്തുള്ള അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ അവസാനം വരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, അത് തെറ്റിദ്ധാരണയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും അലി റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും ബൈഅത്ത് ചെയ്തു എന്നറിഞ്ഞതോടുകൂടെ അവിടെ ഒരു പിന്നീടൊരു ഇതുണ്ടായിട്ടില്ല. അവിടെ ഒരു ഗവർണറായി മഹാനവറുകൾ വരുന്നു. പലപ്പോഴും അലി റളിയല്ലാഹു അൻഹുവിന്റെ കാര്യങ്ങൾ നടപ്പാക്കുന്ന വിഷയത്തിലൊക്കെ അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളും മറ്റും ഉണ്ടായി എന്നല്ലാതെ രണ്ട് തലസ്ഥാനങ്ങൾ അന്ന് ഉണ്ടായിട്ടില്ല. അത് തെറ്റിദ്ധാരണ. അത് ഹസൻ റളിയല്ലാഹു അൻഹു ഭരിച്ച സമയത്താണ്. പിന്നീട് ഹസൻ റളിയല്ലാഹു അൻഹു വരികയും രണ്ടുപേരും ഹുദ്ന നടത്തുകയും അഥവാ രണ്ടുപേരും സമാധാന സന്ധി നടത്തിയതോടുകൂടെ അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു. എന്നല്ലാതെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രണ്ട് തലസ്ഥാനം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ചെറിയ രീതിയിൽ അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. പക്ഷെ അലി റളിയല്ലാഹു അൻഹു, കാരണം 7 ദിവസം കഴിഞ്ഞാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് ശേഷം ഖലീഫയാകുന്നത്. അപ്പൊ ഈ ഖലീഫയാകാത്ത സന്ദർഭത്തിൽ അവിടെ ഒരു ചെറിയ പുറപ്പാട് ഡമസ്കസിൽ ഉണ്ടായി എന്ന് മാത്രം. പക്ഷെ അപ്പോഴേക്കും ഇതറിഞ്ഞതോടെ അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യാൻ തയ്യാറായി മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ അവസാന വസിയത്ത് എന്തായിരുന്നു? ആ വസിയത്ത് ദീർഘമായൊരു വസിയത്താണ്.
നമുക്കത് പിന്നീട് പറയാം. വളരെ സങ്കടം, അതിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ തട്ടിപ്പോവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാദിഹി വസിയ്യത്തും മിൻ അലി ഇബ്നു അബി ത്വാലിബ് എന്ന് പറഞ്ഞ് ഹംദും സലാത്തും ഒക്കെ പറഞ്ഞ് തുടങ്ങുന്ന ആ വസിയ്യത്തിൽ പ്രധാനമായി പറഞ്ഞൊറ്റ കാര്യം മാത്രം നമുക്കിന്ന് പറയാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അലി റളിയല്ലാഹുവിൻ്റെ വസിയ്യത്ത് എന്ന് പറഞ്ഞ് തന്നെ നമുക്കൊരു ഇൻ്റർവ്യൂ ഇൻഷാ അല്ലാഹ് നടത്താം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സലാഹുദാത്തിൽ ബൈനി, മുസ്ലിങ്ങൾക്കിടയിൽ പരസ്പരം ഐക്യമുണ്ടാക്കുക, പരസ്പരം നന്നാക്കുക എന്നത് അഹ്സനു മിൻ ആമ്മത്തി സ്വലാത്തി വസ്സിയാം, മുഴുവൻ നിസ്കാരത്തെക്കാളും, എല്ലാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരമാകട്ടെ, ഫർള് നിസ്കാരമാവട്ടെ, അതിനേക്കാളും നോമ്പിനേക്കാളും ഫർള് നോമ്പിനേക്കാളും ഒക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കുക എന്ന് അതിൽപ്പെട്ട ഒരു വസീയത്താണ്. പിന്നെ അതിൽപ്പെട്ട മറ്റൊരു വസീയത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട്, അതെ അതെ, വളരെ വലിയ ജീവിതാനുഭവമുള്ളയാളായിരുന്നു അലി റളിയല്ലാഹു അൻഹു. 63 വയസ്സായിരുന്നു റസൂലുള്ളാഹിൻ്റെ അതേ വയസ്സ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ഖലീഫയാകാൻ ആരെയാണ് ഇനി ബൈഅത്ത് ചെയ്യേണ്ടത് എന്ന ചോദ്യം വന്നു. നിങ്ങൾ ആരെയെങ്കിലും നിശ്ചയിക്കണം ഖലീഫയെന്ന്. ആ സമയത്ത് മഹാനവറുകൾ പറയുകയാണ്, മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുഅയ്യിൻ അഹദ, ഒരാളെയും നിശ്ചയിക്കാതെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അതുകൊണ്ട് ഞാൻ ആരെയും നിശ്ചയിക്കില്ല എന്ന്. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളുടെ മൂത്ത പുത്രനും അള്ളാഹുവിൻ്റെ ഹബീബിനോട് ഏറ്റവും സാദൃശ്യമുള്ളവരുമായ ആ സാദൃശ്യമുള്ളവരുമായ ഈ ഹസൻ നിങ്ങളൊന്ന് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പറയണം. അവർ പറഞ്ഞു, ഞാൻ ഒരിക്കലും പറയില്ല. ഇൻകാന ഹസനു ഔലാബിഹി, നിങ്ങൾ ഹസനെയാണ് കാണുന്നതെങ്കിൽ ഫ ഔലാബിഹി, നിങ്ങൾക്കെല്ലാവർക്കും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയാണ് ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. ഇസ്ലാം ഒരിക്കലും രാജവാഴ്ചയല്ല, മുലൂക്കിയത്തിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന രീതിയിൽ മഹാനവറുകൾ പറയുകയാണ്. ആളുകൾക്ക് ഹസന അഭിപ്രായമുണ്ടെങ്കിൽ ഹസനാവട്ടെ, അതല്ലെങ്കിൽ അദ്ദേഹം പിന്മാറട്ടെ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വസിയത്ത് വായിക്കുകയും പൊതുസമൂഹം, പ്രത്യേകിച്ചും നമ്മുടെ സഹോദര സഹോദരിമാർക്ക്, യുവാക്കൾക്കൊക്കെ വളരെ ഇൻസ്പിറേഷനുള്ള, താങ്കൾ സാബി ഇൻസ്പയർ ആണല്ലോ, അപ്പോൾ താങ്കളുടെ ആ ഒരു സംസാരത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അലി റളിയല്ലാഹുവിൻ്റെ വസിയത്ത് മാത്രം നമുക്കൊന്ന് പരാമർശിക്കാം ഇൻഷാ അല്ലാഹ്. ഫാത്തിമ ബീവിയുടെ വസിയത്ത്, അതും വല്ലാത്തൊരു സങ്കടകരമായ വസിയത്തായിരുന്നു ഫാത്തിമ ബീവിയുടെ വസിയത്ത്. ചെയ്തത് ഇതും അതുപോലെ തന്നെ അലി റളിയല്ലാഹുവിന് വഫാത്താകുന്ന സന്ദർഭത്തിൽ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ കൂഫയിൽ നിന്നും നജ്ഫിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിൽ അവിടെ കൊണ്ടുപോയി ആരും അറിയാതെ മറമാടപ്പെടുന്നു. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹുവിൻ്റെ രംഗപ്രവേശനം, ഇതൊക്കെ വസിയത്തുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കാം. സമയം ഏകദേശം അത്താഴത്തോട് അടുത്തിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാബി ഏതായാലും ഇത്തരം നല്ല വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ സന്തോഷം. ഇത് നമ്മൾ വേറൊരു കാര്യം, റമളാൻ മാസത്തിലാണ് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത്. അതുപോലെ പരിശുദ്ധ റമളാനിലാണ് ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. അലി റളിയല്ലാഹു അൻഹു വഫാത്തായത് റമളാൻ മാസത്തിലാണ്. അപ്പൊ ഈ റമളാനിലെ സംഭവങ്ങൾ അതൊരു സീരീസ് ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പൊ അയിനു ജാലൂത്ത് ഉണ്ട്, ജാലൂത്ത് യുദ്ധം അത് നടന്നത് റമളാൻ മാസത്തിലാണ്. ബദർ യുദ്ധം നടക്കുന്നത് റമളാൻ മാസത്തിലാണ്. മക്ക വിജയം, ഫത്ഹു മക്ക നടക്കുന്നത് റമളാൻ മാസത്തിലാണ്. ഇങ്ങനെ പരിശുദ്ധ റമളാൻ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്, ഇങ്ങനെ തുടങ്ങി റമളാൻ എന്നത് മോചനത്തിന്റെ സന്ദേശമാണ്. മനുഷ്യ മനസ്സുകളെ വരിഞ്ഞു മുറുക്കപ്പെട്ട മുഴുവൻ അധാർമികതകളുടെ ചെങ്ങലക്കെട്ടുകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമാണ് പരിശുദ്ധ റമളാൻ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ റമളാൻ നമുക്ക് ആവേശം നൽകുന്നത്, ഈമാനികമായ ഖുവ്വത്ത് നൽകുന്നത് കൊണ്ടായിരിക്കാം ഇത്തരം സംഭവങ്ങളൊക്കെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ ഹബീബും പരിശുദ്ധ റമളാനിൻ്റെ ഒരു രഹസ്യമായി. കാരണം ഖുർആന്റെ മാസമാണല്ലോ അല്ലെ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. തീർച്ചയായും അള്ളാഹു അനുഗ്രഹിക്കും. ആമീൻ ആമീൻ ഇൻഷാ അല്ലാഹ്. ഏതായാലും ആ വസിയത്തും അതുപോലെ നെഹ്റുവാൻ യുദ്ധവും ഖവാരിജാക്കളെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വല്ല കണ്ടന്റുകൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമ്മളൊരു കമന്റ് റെസ്പോൺസ് നടത്തേണ്ടതുണ്ട്. ഇപ്പൊ ഇന്നൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാബി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കമന്റിന് റിപ്ലൈ ചെയ്യാം. നമ്മുടെ ഹാഫിള് സയ്യിദ് ഉസ്താദ് ആ വിഷയം ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ചിട്ട് കമന്റുകളൊക്കെ ഒന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ, ഹാഫിള് സയ്യിദ് ദാരിമി ഉസ്താദ് മാഷാ അല്ലാഹ് നമ്മളെ ഈ പഠനത്തിലൊക്കെ പലപ്പോഴും നല്ല സഹായിക്കുന്ന ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തുന്നത്, അദ്ദേഹം മാഷാ അല്ലാഹ് അത് നോക്കിയിട്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്കൊരു ടീം വർക്കായിട്ട് അത് ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. സയ്യിദും ഒക്കെ ആവുമ്പോൾ നമുക്കൊരു ഉപകാരപ്പെടും. നമ്മൾ ശരിക്കും ഏതായാലും ഒരുപാട് അമൂല്യമായ അറിവുകളാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. സത്യസന്ധമായിട്ട് നിങ്ങളുടെ ഫാമിലി സുഹൃത്തുക്കൾക്കൊക്കെ ഈ അമൂല്യമായ അറിവ് മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാവുന്നതാണ് ഇൻഷാ അല്ലാഹ്.
അള്ളാഹു റമദാനിലെ പുണ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ അത്താഴ സമയത്ത് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തണം. ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹ് അത്താഴ സമയമായി തോന്നുന്നു. അതെ പോകണം.